ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് കക്കിറച്ചി കൊണ്ട് ഒരു കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുന്ന പോലെ ഒരു ഗ്രേവി ആയിട്ട് ഉള്ള ഒരു കറി. അതിന് വേണ്ടിയിട്ട് കക്കിറച്ചി വളരെ കുറച്ച് മതി. ഒരു 100 ഗ്രാം കക്കിറച്ചി, ഒരു ഉരുളക്കിഴങ്ങ് വലിയ പീസാക്കി നുറുക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഒരെണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ഒരു 5 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് 1 2 അത് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടമനുസരിച്ച്, സവാള 1 കറിവേപ്പില 2 തണ്ട്, മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞു. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 ആദ്യം തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം സവാള, വേപ്പില, ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാള വഴന്നു കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. നമ്മൾ കക്കിറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ടാണ്. ഉപ്പ് ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതൊന്ന് 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. നമ്മുടെ കക്കിറച്ചി ചേർത്ത് കൊടുക്കാം. ചെറു തീയിൽ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ഗ്രേവി നല്ല തിക്കായി കഴിഞ്ഞു. അവസാനമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഒരല്പം തേങ്ങാപ്പാൽ മതി. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. ഒരല്പം തേങ്ങാപ്പാൽ, ഇതും കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ കറി ഇറക്കാം. അങ്ങനെ നമ്മുടെ കക്കിറച്ചി കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.